ഈ അടുത്തിടെ എൻ്റെ മുംബൈയിൽ സെയിൽസ് മേധാവി രാജിവെച്ചു. അപ്പോൾ ഈ സെയിൽസ് മേധാവി രാജിവെക്കുന്നൊക്കെ പറഞ്ഞാൽ ഈ പഴയ കാലം പോലൊന്നുമല്ല. ഇങ്ങോട്ട് വന്ന് നാളെ മുതൽ ഞാൻ കാണത്തില്ല. പണ്ടങ്ങനെ നമ്മൾ ഒന്ന് തലയൊക്കെ ചൊറിഞ്ഞ് നിന്ന് ഞാൻ ഏഷ്യാൻ്റെ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചിട്ട് 12 ദിവസം MD യുടെ മുറിയിൽ പോയിട്ടും പറയാൻ പറ്റിയില്ല രാജിവെക്കാൻ പോകാതെ. അപ്പം ഇന്നിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ വന്നിട്ട് കാണാം കേട്ടോ, നാളെ കാണാം, നാളെ മുതൽ ഞാൻ അമൃത TV യിലായിരിക്കും എന്ന് പറഞ്ഞങ്ങ് പോവാം. പ്രശ്നമൊന്നുമില്ല. കേസൊന്നും കൊടുത്താൽ ലേബർ ഓഫീസൊന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നെക്കാളും നിയമം. ഒരു കാര്യമില്ല, നമ്മൾ രക്ഷപ്പെടത്തില്ല. അപ്പം ഞാൻ ഇത് വിഷമിച്ചു പോയി. അപ്പം ഞാൻ വികാസ് കഞ്ചന്താനി എന്ന് പറഞ്ഞ റിപ്പബ്ലിക് TV യുടെ CEO ആയിരുന്നൊരു മനുഷ്യൻ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് മേധാവി രാജിവെച്ചപ്പോൾ എനിക്കില്ലേ പാമ്പ് ചത്ത ഇന്നാരെന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പം ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചു, വികാസ്, എൻ്റെ മാർക്കറ്റിംഗ് മേധാവി രാജിവെച്ച് പോയി. വെരി ഗുഡ് എന്ന് അദ്ദേഹം അങ്ങേ തലയ്ക്കെന്ന് പറഞ്ഞു. ഞാൻ അത് വെരി ഗുഡ് എന്ന്, ഈ ഫിനാൻഷ്യൽ അവസാനിക്കാൻ പോകുമ്പോൾ ഞാൻ ഒരാളെ പിടിച്ചുകൊണ്ടുണ്ടെങ്കിൽ 3-4 മാസം എടുക്കില്ലേ, അഡ്വാൻസ് നോട്ടീസൊക്കെ ഇല്ലേ, ഈ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. യു ക്യാൻ സീ തൗസൻഡ്സ് ഓഫ് പേഴ്സൺ ഇൻ ദ മുംബൈ മാർക്കറ്റ് ഹു ഹാവ് നോ എംപ്ലോയ്മെൻറ്റ് അറ്റ് ആൾ. ഞാൻ എന്ത്, ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കിട്ടും, നിങ്ങൾക്ക് നാളെ ജോയിൻ ചെയ്യണം, ഐ വിൽ സെൻഡ് സം നെയിംസ്. എനിക്ക് 5 പേരുടെ പേര് അയച്ചെന്നുള്ളി. മുംബൈയിലെ മാർക്കറ്റിൽ നിന്ന് മാധ്യമ കമ്പനികളിൽ നിന്ന് ജോലി പോയവരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുക.